നമസ്കാരം. നമ്മുടെ സോഫ്റ്റ്വെയർ പരിശീലന സമയത്ത് പരിചയപ്പെടുത്തിയ ഗൂഗിൾ ഫോം തയ്യാറാക്കുന്ന രീതിയാണ് വീഡിയോ ആയി ചുവടെ ചേർക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഇതിനായി ആദ്യമായി നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനായി വൈഫൈയോ മൊബൈൽ ഡാറ്റയോ എനേബിൾ ആക്കുക. തുടർന്ന് മൊബൈലിൽ ഗൂഗിൾ ക്രോം എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അഡ്രസ് ബാറിലോ സെർച്ച് ബാറിലോ ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ഗൂഗിൾ ഫോംസ് ഓൺലൈൻ ഫോം ക്രിയേറ്റർ ബാർ ഗൂഗിൾ വർക്ക് സ്പേസ് എന്ന ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്യുക. മെയിൽ ഐ ഡി ആൾറെഡി സൈൻ ഇൻ അല്ലാത്തവർ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. അപ്പോൾ ന്യൂ ഫോം നേരിട്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. എന്നാൽ മെയിൽ ഐ ഡി ആൾറെഡി ലോഗിൻ ചെയ്തിട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇതിൽ ഗോ ടു ഫോംസ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ ഫോം ലഭിക്കും. അതിനുശേഷം നിശ്ചിത മാതൃകയിലുള്ള ചോദ്യാവലി അടങ്ങിയ ഗൂഗിൾ ഫോം തയ്യാറാക്കാം. ചോദ്യാവലിയിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ഹെഡിങ്ങിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഇത്തരത്തിലുള്ള 18 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങൾ മാത്രമാണ് നിർബന്ധമായും പൂരിപ്പിക്കേണ്ടത്. അങ്ങനെ നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ചോദ്യങ്ങൾ സ്റ്റോക്ക് നമ്പർ, ടൈറ്റിൽ, ഓതർ, കാറ്റഗറി, പ്രൈസ് എന്ന 5 ചോദ്യങ്ങൾ മാത്രമാണ്. ഇനി ഗൂഗിൾ ഫോം ചോദ്യാവലി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടാം. ചിത്രത്തിൽ കാണുന്ന ഇൻ്റർഫേസിൽ ലോഗോയ്ക്ക് തൊട്ട് താഴെയായി കാണുന്ന അൺടൈറ്റിൽഡ് ഫോം എന്നത് ഫോം തയ്യാറാക്കുന്ന ആളിന് മാത്രം പിന്നീട് തിരിച്ചറിയുന്നതിനുള്ള ടൈറ്റിലാണ്. താഴെ വലുതായി കാണുന്ന അൺടൈറ്റിൽഡ് ഫോം മുതലാണ് റിസീവ് ചെയ്യുന്ന ആളിന് കാണാൻ കഴിയുന്നത്. ഈ ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് അടിച്ച ശേഷം അവിടെ പ്രധാന ഹെഡിങ് നൽകാം. സബ് ടൈറ്റിലായി ഫോം ഡിസ്ക്രിപ്ഷൻ എന്ന ഭാഗം ടൈപ്പ് ചെയ്യാം. തുടർന്ന് 1 മുതൽ 18 വരെ ചോദ്യാവലികൾ തയ്യാറാക്കാം. അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്ന സ്ഥലത്ത് ആദ്യ ചോദ്യം സ്റ്റോക്ക് നമ്പർ എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. ഷോർട്ട് ആൻസർ സെലക്ട് ചെയ്യുക. ഒപ്പം റിക്വയർഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യാവലി തയ്യാറായി. അടുത്ത ചോദ്യം തയ്യാറാക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം കോൾ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യുക. ഷോർട്ട് ആൻസർ സെലക്ട് ചെയ്യുക. റിക്വയർഡ് എനേബിൾ ചെയ്യേണ്ടതില്ല, കാരണം നിർബന്ധമായും പൂരിപ്പിക്കേണ്ടതല്ല. വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ടൈറ്റിൽ എന്ന് ടൈപ്പ് ചെയ്യുക. അതും ഷോർട്ട് ആൻസർ കൊടുത്ത് റിക്വയർഡ് ക്ലിക്ക് ചെയ്യുക. ഓതർ എന്നതും ഇതേ രൂപത്തിൽ ചെയ്യുക. വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ചോദ്യത്തിന് നേരെ കാറ്റഗറി എന്ന് ടൈപ്പ് ചെയ്യുക. ഷോർട്ട് ആൻസർ എന്നതിന് പകരം ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുക. ഓപ്ഷൻ 1 നോവൽ എന്നും 2 ഷോർട്ട് സ്റ്റോറി എന്നും 3 സ്റ്റോറീസ്, 4 പോയം, 5 ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്നിങ്ങനെ 5 ഓപ്ഷനുകൾ ആഡ് ചെയ്ത് റിക്വയർഡ് എന്ന ബട്ടൺ എനേബിൾ ആക്കുക. വീണ്ടും ലാംഗ്വേജിന് ഇതുപോലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കന്നഡ എന്ന് 5 ഓപ്ഷൻ കൊടുക്കുക. നിർബന്ധമല്ലാത്തതുകൊണ്ട് റിക്വയർഡ് എന്നത് ക്ലിക്ക് ചെയ്യേണ്ടതില്ല. അടുത്ത ചോദ്യം പബ്ലിഷർ എന്നതാണ്. അതിന് ഷോർട്ട് ആൻസർ നിർബന്ധമല്ല. എഡിഷൻ എന്നത് ഷോർട്ട് ആൻസർ നിർബന്ധമല്ല. പ്രൈസ് എന്നത് ഷോർട്ട് ആൻസർ നിർബന്ധമാണ്. ഷെൽഫ് ഷോർട്ട് ആൻസർ നിർബന്ധമല്ല. ബാർകോഡ് ഷോർട്ട് ആൻസർ നിർബന്ധമല്ല. ബുക്ക് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിൽ ഓപ്ഷൻ ആഡ് ചെയ്യുക. അതിലൊന്നാമത്തെ ഓപ്ഷൻ നോർമൽ, 2 റഫറൻസ്, 3 ഇ ബുക്ക്. ഇതും നിർബന്ധമായി എന്നുള്ള ബട്ടൺ എനേബിൾ ആക്കേണ്ടതില്ല. എക്സ്ട്രാ സബ്ജക്റ്റ് ഷോർട്ട് ആൻസറാണ്, നിർബന്ധമല്ല. സോഴ്സ് ഷോർട്ട് ആൻസറാണ്, നിർബന്ധമില്ല. പർച്ചേസ് ഡേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നിർബന്ധമുള്ളതല്ല. വൗച്ചർ നമ്പർ ഷോർട്ട് ആൻസർ നിർബന്ധമല്ല. കൂടെ ഓൺ ഡേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നിർബന്ധമല്ല.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ റിമാർക്സ് എന്നതാണ്. ഷോർട്ട് ആൻസറാണ്, നിർബന്ധമല്ല. ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ അക്ഷരപ്പിശക് വരാതെ ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ തയ്യാറാക്കിയ ഗൂഗിൾ ഫോം വ്യത്യസ്ത വ്യക്തികൾക്ക് നൽകുമ്പോൾ മെയിൻ ഡാറ്റ കളക്ഷൻ ഫോമിൻ്റെ കോപ്പികൾ വേണം നൽകാൻ. വ്യത്യസ്ത വ്യക്തികൾ നടത്തിയ ഡാറ്റ എൻട്രികൾ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആകുമ്പോൾ ഡാറ്റാസ് ഇടകലർന്ന് സേവ് ആകാതിരിക്കാൻ ഇത് സഹായിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും ചെയ്യുന്ന എൻട്രികൾ പ്രത്യേകം എക്സൽ ഫയലുകളായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഏത് ഓപ്പറേറ്റർ ചെയ്തതിലാണ് കൂടുതൽ പിശകുകളെന്നും ഓരോരുത്തർ ചെയ്ത എൻട്രികൾ എത്ര എണ്ണം എന്ന് നമുക്ക് കണ്ടെത്താം. ഇതിൻ്റെ കോപ്പികൾ ചെയ്യുന്നതിനായി മുകളിൽ വലതുവശത്ത് കാണുന്ന 3 കുത്തിൽ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന ബോക്സിൽ നിന്നും മേക്ക് എ കോപ്പി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ കാണാൻ സാധിക്കും. ഇവിടെ വ്യത്യസ്ത പേരുകൾ നൽകാം. ഞാനിവിടെ കോപ്പി 1 എന്നാണ് ചേർക്കുന്നത്. ശേഷം മേക്ക് എ കോപ്പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പേജ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫോമിനെ സെൻഡ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന ത്രികോണാകൃതിയിലുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി കാണുന്ന സെൻഡ് വയ എന്ന ഓപ്ഷൻ ലിസ്റ്റിലെ രണ്ടാമത്തെ ചങ്ങലക്കണ്ണി ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഷോർട്ടൺ URL എന്ന ക്ലിക്ക് ചെയ്ത് കോപ്പി എടുക്കുക. ഗൂഗിൾ ക്രോം ക്ലോസ് ചെയ്ത് മെയിലിലോ വാട്സാപ്പിലോ ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ കോപ്പികൾ ആയിരിക്കണം ഓരോ വ്യത്യസ്ത വ്യക്തികൾക്കും അയച്ചു കൊടുക്കേണ്ടത്. രണ്ടാമത്തെ കോപ്പി എടുക്കുന്നതിന് അയച്ച ലിങ്ക് തുറന്ന് താഴെ കാണുന്ന പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന 3 കുത്തിൽ ക്ലിക്ക് ചെയ്ത് മേക്ക് എ കോപ്പി ഓപ്പൺ ചെയ്യുക. ശേഷം പേര് മാറ്റി കോപ്പി 2 എന്നാക്കുക. വീണ്ടും മേക്ക് എ കോപ്പി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കോപ്പി 2 എന്ന രീതിയിൽ അടുത്ത ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫോം കൂടി തയ്യാറാകും. ഇതിനെ ആദ്യം ചെയ്തതുപോലെ ലിങ്കാക്കി രണ്ടാമത്തെ ആളിന് അയച്ചു കൊടുക്കുക. എത്ര ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരാണോ അവർക്കെല്ലാം ഇത്തരത്തിൽ വ്യത്യസ്ത കോപ്പികൾ വേണം അയച്ചു കൊടുക്കാൻ. ഒരേ ലിങ്ക് ഒന്നിലധികം ആളുകൾക്ക് ഷെയർ ചെയ്തില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. നമ്മൾ തയ്യാറാക്കിയ ഗൂഗിൾ ഫോം ലിങ്ക് മറ്റുള്ളവർക്ക് ഓപ്പൺ ചെയ്ത് എങ്ങനെ ഡാറ്റ എൻട്രി നടത്താമെന്ന് ഇനി നമുക്ക് പരിശോധിക്കാം. ജിമെയിൽ വഴിയോ വാട്സാപ്പ് വഴിയോ ലഭിച്ച ലിങ്ക് അതാത് ഫോണിൽ ഓപ്പൺ ചെയ്യുക. ഓരോ ചോദ്യത്തിനും കൃത്യമായി ഉത്തരം നിർദ്ദേശിക്കപ്പെട്ട മാനദണ്ഡങ്ങളനുസരിച്ച് പൂരിപ്പിക്കുക. ഉദാഹരണമായി ഒരു പുസ്തകം എങ്ങനെ എൻട്രി ചെയ്യുന്നുവെന്ന് പരിശോധിക്കാം. സുധാകർ മംഗളോദയത്തിൻ്റെ പ്രിയേ ചാരുശീലെ എന്ന പുസ്തകത്തിൻ്റെ വിശദ വിവരങ്ങൾ എങ്ങനെ എൻട്രി ചെയ്തുവെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം സ്റ്റോക്ക് നമ്പർ, അത് 2437. 2 കോൾ നമ്പർ, നോവൽ എന്നതിന് N, മറ്റൊരു നമ്പർ 101, N101 എന്ന് നമുക്കതിന് കൊടുക്കാം. ടൈറ്റിൽ മലയാളത്തിൽ പ്രിയേ ചാരുശീലെ. ഓതർ മലയാളത്തിൽ സുധാകർ മംഗളോദയം. കാറ്റഗറി നോവൽ. ലാംഗ്വേജ് മലയാളം. പബ്ലിഷർ സൈകതം ബുക്സ്. എഡിഷൻ ഫസ്റ്റ്. പ്രൈസ് 200. ഷെൽഫ് നാലാമത്തത് 4. ബുക്ക് ടൈപ്പ് നോർമൽ. പർച്ചേസ് ഡേറ്റ് മെയ് 14, 2020. ഇത്തരത്തിൽ മാൻഡേറ്ററിയായ ചോദ്യങ്ങൾ കൃത്യമായും പൂരിപ്പിക്കുകയും ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ് എന്ന് കാണാം. നമ്മൾ ഡാറ്റ എൻട്രി നടത്തിയ പുസ്തകത്തിൻ്റെ വിവരങ്ങളടങ്ങിയ വിശദ വിവരങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആയി കഴിഞ്ഞു. അടുത്ത ബുക്കിൻ്റെ വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നതിനായി സബ്മിറ്റ് അനദർ റെസ്പോൺസിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ ചോദ്യാവലി ഓപ്പൺ ചെയ്യാം. ഇത്തരത്തിലല്ലെങ്കിൽ വീണ്ടും പഴയ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ചോദ്യാവലി ഓപ്പൺ ചെയ്യുകയും പുസ്തക വിവരങ്ങൾ ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. അടുത്തത് എറൗണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ വിവരങ്ങൾ എങ്ങനെ ടൈപ്പ് ചെയ്യുന്നു എന്ന് നോക്കാം. ഇതിൻ്റെ ഡാറ്റ എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ പുസ്തകം നോവൽ മലയാളമായിരുന്നതുകൊണ്ട് മുഴുവൻ ഡാറ്റയും നമ്മൾ മലയാളത്തിൽ തന്നെ വേണം ടൈപ്പ് ചെയ്യാൻ. ഇത്തരത്തിൽ മറ്റ് പുസ്തകങ്ങളുടെയൊക്കെ വിവരങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് എൻട്രി ചെയ്ത് ഇതിലേക്ക് കയറ്റാവുന്നതാണ്.
ഗൂഗിൾ ഫോം തയ്യാറാക്കുന്നതും ഡാറ്റ എൻട്രി നടത്തുന്നതും എങ്ങനെയെന്ന് രണ്ട് ഭാഗങ്ങളായി നമ്മൾ വിശദീകരിച്ചു. ഇപ്രകാരം എൻട്രി നടത്തിയ ഡാറ്റകൾ ഗൂഗിൾ ഫോം തയ്യാറാക്കിയ വ്യക്തിയുടെ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് എക്സൽ ഷീറ്റാക്കി ഡൗൺലോഡ് ചെയ്യുന്നതെന്നാണ് ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത്. ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്ത വ്യക്തിയുടെ മെയിൽ ID ഉൾപ്പെടുന്ന ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിൾ ഫോം തയ്യാറാക്കിയ ആളിൻ്റെ മെയിൽ ID ലോഗിൻ ചെയ്യുക. ഇതിനായി മെയിൽ ID ലോഗിൻ ചെയ്തിട്ടുള്ള എൻ്റെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. മുകളിൽ വലതുവശത്ത് നോക്കുമ്പോൾ മെയിൽ ID സൈൻ ഇൻ ആണോ അല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കും. ശേഷം സെർച്ച് ബാറിൽ ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞ പ്രകാരം ഗൂഗിൾ ഫോംസ് ഓൺലൈൻ ഫോം ക്രിയേറ്റർ ബാർ ഗൂഗിൾ വർക്ക് സ്പേസ് എന്ന ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഫോം ഇൻ്റർഫേസ് ഓപ്പണായി വന്ന ശേഷം ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്യുന്നതിനായി മുകളിൽ വലതുവശത്ത് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്നും ഡെസ്ക്ടോപ്പ് സൈറ്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേജ് സൂം ചെയ്ത് ഗോ ടു ഹോംസ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കിട്ടുന്ന ഇൻ്റർഫേസിൽ പുതിയ ഫോമിനുള്ള പ്ലസ് ചിഹ്നവും മുൻപ് ചെയ്ത ഫോമുകളും കോപ്പികളും റീസെൻ്റ് ഫോംസ് എന്ന ഹെഡിങ്ങിന് താഴെയായി കാണാൻ സാധിക്കും. ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ റീസെൻ്റ് ഫോംസ് കാണാൻ കഴിയൂ. ഡാറ്റ കളക്ഷൻ മെയിൻ ഫോം എന്ന പേജിൽ കാണുന്നത് ആദ്യം ക്രിയേറ്റ് ചെയ്ത ഡാറ്റ കളക്ഷൻ ഫോമും കോപ്പി 1 ഓഫ് ഡാറ്റ കളക്ഷൻ എന്നതും കോപ്പി 2 ഓഫ് ഡാറ്റ കളക്ഷൻ എന്നതും 1ഉം 2ഉം ഓപ്പറേറ്റർമാർക്ക് സെൻഡ് ചെയ്ത കോപ്പികളുമാണ്. ഈ 2 കോപ്പികളിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ സബ്മിറ്റ് ചെയ്ത ഡാറ്റകൾ കാണാൻ കഴിയും. എത്ര കോപ്പികൾ എത്ര ഓപ്പറേറ്റർമാർക്ക് അയച്ചിട്ടുണ്ട് എങ്കിലും അത് ഇവിടെ കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡാറ്റാസ് എൻട്രി ചെയ്ത് കാണുന്നതിനായി കോപ്പി 1 ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന ടൈറ്റിൽ കാർഡ് ക്ലിക്ക് ചെയ്യുക. പേജ് സൂം ചെയ്യുമ്പോൾ മുകളിൽ മധ്യഭാഗത്തായി റെസ്പോൺസ് എന്ന ഹെഡിങ് കാണാൻ സാധിക്കും. ഇതിൽ എത്ര ബുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തു എന്ന എണ്ണം നമുക്ക് കാണാൻ കഴിയും. ഇനി എൻ്റർ ചെയ്ത ഡാറ്റാസ് കാണുന്നതിനായി റെസ്പോൺസ് ക്ലിക്ക് ചെയ്യുക. ഈ സെക്ഷൻ ഓപ്പൺ ആക്കുമ്പോൾ സമ്മറി, ക്വസ്റ്റ്യൻ, ഇൻഡിവിജ്വൽ എന്ന 3 ഹെഡിങ്ങുകൾ ക്ലിക്ക് ചെയ്താൽ വ്യത്യസ്ത രീതികളിലായി എൻ്റർ ചെയ്ത വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ എക്സൽ ഷീറ്റാക്കി മാറ്റുന്നതിനായി മുകളിൽ വലതുവശത്ത് കാണുന്ന പച്ച ഐക്കൺ ലിങ്ക് ടു ഷീറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ശേഷം ക്രിയേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ ഷീറ്റിൻ്റെ ടാബുലേറ്റഡ് ആൻസർ കാണാൻ സാധിക്കും. ഇതിനെ എക്സൽ SX ഫോമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനായി മുകളിൽ വലതുവശത്ത് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഷെയർ ആൻഡ് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സെൻഡ് എ കോപ്പി ക്ലിക്ക് ചെയ്യുക. അതിൽ എക്സൽ SX ഫോമാറ്റ് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പാക്കി OK കൊടുക്കുക. ഇപ്പോൾ വന്ന പോപ്പപ്പ് വിൻഡോയിൽ വാട്സാപ്പ്, ജിമെയിൽ തുടങ്ങിയ ഏത് മാർഗമാണോ ആവശ്യം അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ വാട്സാപ്പാണ് സെലക്ട് ചെയ്യുന്നത്. സോഫ്റ്റ്വെയറിലേക്ക് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്ന ആളിന് ഈ ഫയൽ അയച്ചു കൊടുക്കുക. ഇത് കമ്പ്യൂട്ടർ വഴി ഓപ്പൺ ചെയ്താൽ എക്സൽ ഷീറ്റ് ഫോമാറ്റിൽ കാണാൻ സാധിക്കും. ഇതേ മാതൃകയിൽ തന്നെ എല്ലാ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരുടെയും ഡാറ്റകൾ എക്സൽ ഷീറ്റാക്കി സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. കമ്പ്യൂട്ടറിൽ എക്സൽ ഷീറ്റ് ഓപ്പണാക്കിയ ശേഷം താഴെ ഇടതുവശത്ത് കാണുന്ന ഷീറ്റ് നെയിം റീനെയിം ചെയ്യേണ്ടതുണ്ട്. അതിനായി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുത്ത് ബുക്സ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ബുക്സ് ആദ്യ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ തന്നെ ആയിരിക്കണം. ഇത്തരത്തിൽ റീനെയിം ചെയ്താൽ മാത്രമേ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എറർ കാണിക്കാതിരിക്കൂ. കഴിഞ്ഞ 3 ഭാഗങ്ങളിലായി ഗൂഗിൾ ഫോം എങ്ങനെ തയ്യാറാക്കണമെന്നും എങ്ങനെ ഡാറ്റ എൻട്രി നടത്തണമെന്നും അതിനെ എങ്ങനെ എക്സൽ ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുമാണ് വിശദീകരിച്ചത്. ഇത്തരത്തിലാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഡാറ്റ എൻട്രി നടത്തുന്നതും സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യുന്നതും. ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.